നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നാഗപടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇന്ന് രാവിലെയോടുകൂടി അവിടുത്തെ സ്ലാബ് തകർന്നത് കാരണം കോട്ടയം പാല റൂട്ടിൽ സർവീസ് നടത്തുന്ന റോസ്മേരി എന്ന ബസ്സിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുന്ന സാഹചര്യം ഇന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു സ്ലാബ് അല്ലെങ്കിൽ ഒരു തകർന്ന നിലയിലായിരുന്നു കടന്നിരുന്നത്. ഇത് പലതവണ ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പരാതി അറിയിച്ചെങ്കിൽ പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ എന്തായാലും ബസ് അധികാരികളും അതുപോലെ തന്നെ ബസ്സിന്റെ മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ വലിയ രീതിയിൽ അവരുടെ ഒരു പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് പാല റൂട്ടിൽ സർവീസ് നടത്തുന്ന റോസ്മേരി എന്ന ബസ്സിനാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഇന്ന് അവരുടെ സർവീസ് ഉൾപ്പെടെ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അവരോട് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. മാസങ്ങളായി ആ സ്ഥലം അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചവിട്ടി ഇറക്കി വന്നില്ലെങ്കിൽ ഫുൾ ഒടിഞ്ഞു പോകും, പ്ലേറ്റ് മുഴുവൻ ഒടിഞ്ഞു പോകും. ഇന്നിപ്പോൾ ഇറങ്ങി വന്ന വഴിക്ക് അതിൻ്റെ അടിയിലെ സ്ലാബ് ഒടിഞ്ഞു പോയി, വണ്ടി കുത്തി അവിടെ കിടന്നുപോയി, അനക്കാൻ മേലാത്ത രീതിയിലായിപ്പോയി. നമ്മൾ എന്നിട്ടും എന്തോ ദൈവാദിനം കൊണ്ട് വണ്ടി മുന്നോട്ട് ചാടി എടുത്തുകൊണ്ടാണ് അത്രയും ബ്ലോക്ക് ആകാതെ, അല്ല വണ്ടി മുഴുവൻ ബ്ലോക്കായി അവിടെ സ്തംഭിച്ചേനെ. വണ്ടി ഒരെണ്ണം പോലും പോകുകയില്ലായിരുന്നു. നമുക്ക് പോകാനുള്ളത് നഷ്ടപ്പെട്ടത് ഒരുപാട് നഷ്ടമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. വേറെ വണ്ടികൾ അങ്ങനെ വീണിട്ടൊക്കെ ഉണ്ടല്ലോ. മിലിങ്ങാന്നൊരു വണ്ടിയുടെ പ്ലേറ്റ് ഇതുപോലെ ഒടിഞ്ഞു പോയി. എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ വരുന്നത് ഓരോരോ പ്രതീക്ഷകൾ കൊണ്ടാണ് ഒരു ദിവസം വണ്ടി ഓടിക്കാൻ വരുന്നത്. നമുക്ക് ആ വേതനം കിട്ടിയാലേ നമുക്ക് വീട്ടിൽ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഒരു ദിവസം ഈ വർക്ക്ഷോപ്പിൽ പുള്ളു പോവുകയാണെങ്കിൽ നമുക്ക് ആ വേതനം കിട്ടിയില്ലേ നമ്മുടെ വീട് പട്ടിണിയാണ്.